വെൽക്കം ടു FOG റെക്സ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ സെക്കൻഡ് ചാനലിൽ റാങ്ക് പുഷിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ലോൺ ഫങ് സ്റ്റാർട്ട് ചെയ്യാം, ഒന്ന് വാമപ്പ് ആവട്ടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് CS തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ്ടായെന്ന് ഗൈസ് നിങ്ങൾ കണ്ടു. ഒരുമാതിരി ഗതികെട്ട അവസ്ഥയായിപ്പോയി. ചുമ്മാ ഇന്ന് ബുയ്യടിക്കാന്നൊക്കെ പറയൂലേ. അപ്പം ഞാൻ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ CS കളിക്കുന്നത് നമ്മളിന്ന് ഇങ്ങനെ കളിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം VSK ഒക്കെ എടുത്ത് പോയതാണ്. അപ്പുറത്തതേ മേളിൽ നോക്കിക്കേ, ആട് പോലും ഇല്ല. ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ വെറുതെ മാസം കാണിച്ച് പോയി മൂഞ്ചി. അങ്ങനെ നമ്മളതേ സെക്കൻഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. സെക്കൻഡ് ലോൺ റൂഫ് അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ WWE അല്ല, ഒരു പൊട്ടാസും വിൻചെസ്റ്റർ എടുത്ത് അങ്ങ് പോകാമെന്നും പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വിൻചെസ്റ്ററിൻ്റെ ഹെഡൊക്കെ കാരണം കയറണമാണ്. എന്താണെന്ന് ദൈവത്തെ അറിയാം. അപ്പോൾ ഞാനിങ്ങനെ പോവുമായിരുന്നു ഓടി. അപ്പോൾ അവൻ്റെ ഒരുമാതിരി തലയിലൊക്കെ ഒരു കോട വെച്ച് പോലെ ഇരിക്കണ്. പക്ഷെ എൻ്റെ കോട ഡിറ്റക്റ്റ് ചെയ്തൊന്നും കാണിക്കണമില്ല. ഇതെന്താ സംഭവം എന്ന് എനിക്ക് അങ്ങോട്ട് പിടിയും കിട്ടണല്ലോ. അവനാണെങ്കിൽ ഒടുക്കത്തടി, ഞാനവിടെ നിന്ന് ഓടി. അപ്പോൾ ഇവന്ത് ഇവിടെ വരുവായിരുന്നു. ഞാൻ ആദ്യം ഒരു ഗ്ലൂട്ടും കൂടി എന്നിട്ട് ഇവിടെ വിളിച്ച് തന്നു. അപ്പോൾ ഞാൻ ഒരു അടി കൊടുത്തിട്ട് ഗ്ലൂ ഇട്ട് നേരെ പോയി ഒറ്റ ഒരെണ്ണം കൊടുത്തു. കത്തം. എൻ്റെ നമ്മൾ കിടന്ന് മെഡൊക്കെ അടിച്ച് മാസം കാണിച്ചാണ്. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ടായപ്പോഴത്തേക്ക് എന്തേ നമ്മൾ നേരെ കയറി ചെന്ന് അടിക്കാനാണ് വിചാരിക്കുന്നത്. നോ ക്യാമ്പിങ്. നോക്കിയപ്പോൾ ഇവനോട് ഒളിച്ചിരിക്കണം. ഞാൻ 2 ഡാമേജ് അവന് കൊടുത്തു. അവൻ പുറകെ കൂടെയൊക്കെ മിക്കവാറിപ്പോൾ ഓടി വരും. നോക്കിയപ്പോൾ അവൻ അതിൻ്റെ പുറകിലോട്ട് പോയി. നമ്മളൊരു ഫ്രീസ് അങ്ങ് വാരി എറിഞ്ഞു. അവന് ഫസ്റ്റത്തെ ഡാം കയറിയില്ല. അവൻ ഒറ്റ ഡാമിൽ തീർന്നു. അവൻ മെഡ് അടിച്ചില്ലെന്ന് തോന്നുന്നു ഗൈസ്. എന്താ പറയാൻ. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ടിൽ അവൻ എന്തെടുക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ചിമ്മാസ് കാണിക്കാം. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ഇത് ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുറിക്കാനൊക്കെ അടുത്തുനിന്ന് കണ്ടു. മാസമാണ്. ഇതിൻ്റെ അകത്ത് കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും. ഞാനൊരു ആദ്യമായിട്ട് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കണം. അത് കാരണം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അത് അധികം കാര്യമാക്കി എടുക്കണം. നമ്മൾ റഷൊക്കെ ചെയ്യുന്നുണ്ട്. അവനാണിത് അവിടെ നിന്ന് താത്താത്തിരോട് കളിക്കും. അപ്പോൾ നമ്മൾ ദീപമാണ് നമ്മൾ ഗ്ലൂട്ടങ്ങ് മൂടിയിട്ട് ഇറങ്ങി ഓടി ഇവിടെ വഴി. മട്ടം നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്തിങ്ങനെ പോകാം. ആ സമയത്താണ് ദേവ് ഞാൻ ചാടി ഒരു 1 ടാപ്പ് അങ്ങ് കൊടുത്ത് അവനങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളവന് 1 ടാപ്പും കൊടുത്ത് ആ കളി അങ്ങ് എടുത്ത്. ഈ റൗണ്ട് മിക്കവാറും അവനെടുക്കും, കാരണം അവൻ ഈഗോ പൊട്ടിയിട്ടുണ്ടാവും. മനസ്സിലായ? അപ്പോൾ നമ്മളത് 4th റൗണ്ട് ഓടിച്ചടിച്ചെന്ന് 1 ടാപ്പൊക്കെ അടിക്കാൻ നമ്മൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പം എവിടെ കൂടിയൊക്കെ വരും. നോക്കിയത് അവൻ അവിടെ വഴിക്കും. പക്ഷേ നമ്മൾ എടുത്ത് ചാടത്തില്ല. അവൻ ചുമ്മാ പീക്ക് കണ്ട് ഓടാനുള്ള പരിപാടിയാണ്. അവൻ ഇതിൽ നമ്മൾ കണ്ടില്ല ഗൈസ്. നമ്മൾ പുറകിൽ നിന്നൊരു അടിയും കൊടുത്ത് അവിടെ ഫ്രീസ് അങ്ങ് മാറ്റി എറിഞ്ഞു. അപ്പോൾ അവൻ ഈ വഴി വന്നു. അവനൊരു ഡാം പോലും കൊടുക്കാണ്ടിരിക്കാനും ട്രൈ ചെയ്യുക. അവൻ നമ്മളടിച്ചാനേ പാടില്ല. അവന് കിൽ ഫീഡ് നോക്കാൻ നേരത്ത് 0 ഡാമേജ് ആയിരിക്കണം. അങ്ങനെ 0 ഡാമേജ് ആക്കാമെന്നും പറഞ്ഞ് ചെന്നതാ ദേവ് അടിക്കാൻ പറയുക. അപ്പം നമുക്ക് കലി കയറി. നമ്മൾ നേരെ ചാടി പിടിച്ചെന്ന് ശീലൊക്കെ ചെയ്തിട്ട് ചെല്ലാന്ന് പറഞ്ഞു. എന്തേ കളവൻ. അവനങ്ങനെ നമ്മളെ പ്ലക്കി കിട്ട്. എന്ത് പറയാൻ, എന്ത് അമർത്തലയിച്ചൊക്കെ അമർത്തണേ. ഈ അമർത്തലിന് മുന്നിൽ പിടിച്ചിരിക്കണമെങ്കിൽ റായ് സ്റ്റാർ മഞ്ഞും. അപ്പോൾ നമ്മൾ ഈ കളി കേസ് ഇതൊക്കെ കണ്ടേ. WWE വിളിച്ചങ്ങ് എടുത്ത് നമ്മൾ WWE വെച്ച് സ്വിച്ച് കളിക്കുകയാണ്. നമ്മളങ്ങനെ ചായ ഓടിച്ചില്ലാന്നും പറഞ്ഞിരിക്കുകയാണ്. അവനാണ് അവിടെ നിന്ന് ഫ്രീസ് വാരി അറിയണം. ഞാൻ എന്ത് ചെയ്യാനാണ്? ഫ്രീസിന് ഡാം ഇട്ടാണ്ടിരിക്കുക. എന്ത് ചെയ്യാം? ഇവിടെ വന്ന് അപ്പോൾ ഒരു അടി പോലും ഇല്ല. അങ്ങനെ ഒരു 150 കൊടുത്ത് ഞാനവനെ ഓസ്കാർ ഇട്ട് അങ്ങനെ കൊന്നിട്ടുണ്ട്.
പാവം വിചാരിക്കണ്ടോ, ഇതെന്ത് ചിക്കനാണ്, ഒരടി പോലും കൊടുക്കാൻ സമ്മതിക്കണല്ലോ. എന്തൊക്കെ നമുക്ക് കളിയെടുക്കണ്ടേ, അവന് വിട്ടുകൊടുത്താൽ മതിയോ? അപ്പോൾ നമ്മളങ്ങനെ ലാസ്റ്റ് റൗണ്ട് എടുക്കാൻ നിൽക്കുകയാണ്. വിട്ടുകൊടുത്താൽ ആലോചന ഉണ്ട്, പക്ഷെ നമ്മളങ്ങനെ വിട്ടൊന്നും കൊടുക്കുന്ന ആളല്ല ഗൈസ്. ദൈവം ഫ്രീസ് പോലെ അറിയണം. ഇന്ന് നമ്മൾ എറിഞ്ഞ അവനെ കൊന്നിട്ടേ കാര്യമുള്ളെന്നും പറഞ്ഞിരിക്കുക. ചാടി അടിക്കുന്ന കൊണ്ടൊന്നും നടക്കണില്ല. അവർ 150 കൊടുത്ത് ഒരു ഫ്രീസറിന് കൊല്ലാന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇവിടെ വന്നു. എന്ത് ചെയ്യാനാ, ബാക്കിലോട്ട് ഓടി. ബാക്കിലോട്ട് പുറകെ വന്നിരിക്കണം. അവനടിക്കാന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പീക്കൊന്നും കിട്ടല്ല. സാധാരണ അവിടെ പീക്ക് കിട്ടണം ക്രൗച്ചിരിക്കുക എന്നിട്ട്. എന്നാൽ ഒറ്റ അടി കൊടുത്ത് അവനങ്ങ് നമുക്ക് ഈ കളി അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫുൾ ഓൺ CS പുഷിങ് ആയിരിക്കും. ഫസ്റ്റ് CS അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ CS എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾ കണ്ട് പറയുക ഗൈസ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഓടിച്ചാടി സൈറ്റ് എടുക്കാമെന്നും പറഞ്ഞ് ചെന്നതാണ്. പിന്നെ ഞാൻ ഓസ്കാർ ഇട്ട് വന്നപ്പോൾ പിന്നെ മണ്ടയ്ക്ക് കയറി. അപ്പം ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും അടിച്ച് എല്ലാവരെയും മിക്കവാറും കൊല്ലും. കാരണം കടൽ ഫസ്റ്റ് ആൾ നോക്കായി, സെക്കൻഡ് ആൾ ഇപ്പം തന്നെ ഇവിടെ നമ്മുടെ ടീമേറ്റിൻ്റെ സൈറ്റ് ഇരിക്കും. എനിക്ക് ആ സൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്, സൈറ്റ് കിങ്ങാണ് ഞാൻ. വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടോ അവർ സൈറ്റ് വെച്ചടിക്കണം, പക്ഷെ ഞാൻ കിങ്ങാണ്. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം കാണിച്ചു തരാം. ഓക്കെ. അയ്യോ, എല്ലാവരും നോക്കായി. മിക്കവാറും ഈ കളി പോകും ഗൈസ്. ഇവന് ഇങ്ങനെ വന്ന അയ്യോ ചത്തിട്ടുണ്ട്. ഇവൻ എനിക്ക് ഇച്ചിരി പന്തികേടായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. അത്രയും ലോങ്ങിരുന്ന ഞാൻ M500 വെച്ച് ഇങ്ങനെ 1 ടാപ്പ് അടിക്കുന്നൊന്നും നടക്കണ കാര്യമല്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം, സ്റ്റോറി കയറാൻ നേരത്ത് ഞാൻ എന്താ പുക പോലത്തെ സാധനമൊക്കെ ഇടുന്ന സാധനത്തിലാണ് പിടിച്ച് വയ്ക്കുക. എന്താ പറയാനാ, നമ്മൾ കളി പണിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി ഗ്ലൂ വാളാണ്. അപ്പോൾ ഇൻഫിനിറ്റി ഗ്ലൂ വാളിൻ്റെ മുതലെടുക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. കാരണം അറിയാലോ ആരാണ് ഗൈസ് ഗ്ലൂ വാൾ ഇൻഫിനിറ്റി ഉള്ളപ്പോൾ അത് ചിലവാക്കാത്തത്. ഇപ്പം തന്നെ ഈ 1 ടാപ്പ് കാസ്റ്റിലൊക്കെ കളിക്കാൻ നേരത്ത് അറിയാമല്ലോ എന്തോരം ഗ്ലൂ വാളാണ്. ഇപ്പോൾ നമ്മൾ ഓസ്കാറിൻ്റെ ചാടിച്ചെന്ന് അങ്ങനെ ഒരു കില്ലങ്ങ് കിട്ടിയിട്ടുണ്ട്. ആരുടെ കില്ലാണ് അവ ഗുമ്മിയത്. എനിക്ക് കില്ല് കിട്ടിയതിന് സന്തോഷിച്ച് മറ്റനിപ്പോൾ റിവൈവും ചെയ്ത് ആ കളി അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ടായപ്പോൾ അത് ഇവന്മാർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ നോക്കണം. നമ്മൾ സമ്മതിക്കുമോ, നമ്മളിവിടെ നമ്മന്മാർ അടിക്കാമെന്നും പറഞ്ഞ് നിന്നാൽ ഇവരാണ് ഒരു പീക്കുന്നല്ല, എനിക്കാണ് അടിക്കാനും പറ്റാറുള്ളത്. അപ്പോൾ അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സോം വന്നു ഗൈസ്. ദൈവത്തും താഴെ അടിപ്പണം. ഞാൻ നേട് നോക്കിയതാണ് കൊല്ലാമെന്നും പറഞ്ഞിരിക്കുന്നത്. അവൻ എറിഞ്ഞ്, പക്ഷേ അവൻ ഇങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ കാണാനുമില്ല. ഞാൻ പോട്ടെ പുല്ലി, നമുക്ക് അവിടെ പോയി അടിക്കാമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് അടിക്കാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അടിക്കാൻ പറ്റില്ല, കാരണം ഇപ്പോൾ പുതിയ ഷീൽഡും വെച്ചില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ചാടി ഓടിച്ചെന്ന് എങ്ങനെയെങ്കിലും ഒരു കില്ലൊക്കെ എടുക്കാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. ഇവിടെ നിന്ന് ചാടി ഓടിച്ചെന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ആൾ നോക്കണം ഞങ്ങളുടെ സ്റ്റെപ്പിൽ നിന്ന് ഒരുത്ത പിടിക്കണം. ഞാൻ അവനും അത്യാവശ്യം ഡാം കൊടുത്തിട്ട് അവിടെ ഒരുത്തൻ അവനെ തല പീക്കൊക്കെ തന്നെ അവനെ സ്കോപ്പി അടിക്കാന്ന് പറഞ്ഞ് നടക്കാനുള്ള. അവനെ പൊട്ടാസിന് ദൂരെ നിന്ന് അത്യാവശ്യം ഡാം കൊടുത്തപ്പോൾ നമ്മൾ ടീമേറ്റ് ഞാൻ കുമ്മിക്കൊണ്ട് പോയി. അപ്പോൾ ഇവനങ്ങ് ഒറ്റടി കൊടുത്താൽ നമ്മൾ ആ കില്ലങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് നമ്മളങ്ങ് എടുത്തിട്ടുണ്ട്. ഇനിയും കിടക്കണു 2 റൗണ്ട്. അവന്മാർ കംബാക്ക് അടിക്കുമെന്ന് ദൈവത്തിനറിയാം. കളി നമ്മൾ വിൻചെസ്റ്ററിനൊക്കെ ഹെഡ് അടിക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ പൊട്ടാസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊട്ടാസ് എല്ലാം കിങ്ങാന്ന് പറയാനുള്ള കളിക്കാൻ അറിയാം, അത്ര തന്നെ. നമ്മൾ യുവമാരെയൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ ചാടി ഓടിച്ചെന്ന് എന്ത് ഗുലുമല പോകുന്ന ഇപ്പം അറിയാം. നമ്മൾ പറന്നൊക്കെ ചെന്നിട്ടുണ്ട്. അവിടെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒരുത്തന്നെ സ്പോട്ട് ചെയ്യട്ടോ. അവിടെ പുറകിൽ കണ്ട അവന് ഞാൻ അമ്മയ്ക്ക് അവനെ കൊല്ലാറായ അവസ്ഥയെത്തപ്പോൾ അവൻ ഗ്ലൂ ഇട്ടാണ് എന്ന് പറയാൻ. അപ്പം അധികം മണ്ടേന്ന് ഒരുത്തൻ ചാടി ഓടി വരും. ഞാൻ ഗ്ലൂ ആയിട്ട് രക്ഷപ്പെടും നോക്കി അവൻ ചാടി അടിച്ചിരുന്നു. എന്താ പറയാനാ, എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. അവന് മൂവ്മെൻറ്റ് പോയി സ്പീഡ് ഭയങ്കര കൂടുതൽ പോലെ. അവനെന്തായാലും നമ്മുടെ ടീമേറ്റ് അമുക്കിക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ റീപ്ലേ ഒന്ന് കണ്ടു നോക്കാം. ഇല്ല ഗൈസ്, ഒരു പിടിയനാന പട്ടി. അങ്ങനെ ആ കളി നമ്മുടെ ടീമേറ്റ്സ് എടുക്കുമെന്ന് ഇപ്പം നോക്കാം ഗൈസ്.
ഇതെന്ത്? ഓ വല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഇവന് ഹാക്കറാണോ? ആ എന്തായാലും നമുക്കുള്ളൂ. മറ്റെന്തെടുക്കാന്ന് നിൽക്കാൻ നോക്കണ സമയത്ത് അവനിവിടെ കളിയെടുത്ത്. ഇവനൊക്കെ എന്നെ കൊത്തിപ്പിടിയാൻ വരാല്ലേ. ഇവൻ്റെ ഗൺ കോമോ തന്നെയുണ്ട്, MB5ഉം M18. എനിമിയുടെ വായിൽ ഒരു 30 പോട്ടെ, ഒരു 100 കൂടുതൽ പോകാണ്ടിരിക്കില്ല. നമ്മൾ ഈ കളിയും പൊട്ടാസ് വെച്ചെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റി ഗ്ലൂ മറന്നു പോയിട്ടത് ഗ്ലൂവാളൊക്കെ വാങ്ങിച്ചു വെക്കണം. ആ പൈസ തന്നെ ബാക്ക് അടിച്ചപ്പോഴത്തേക്കും ഗണ്ണ് ബാക്കായിപ്പോയി. പിന്നെ ഗണ്ണെടുത്ത് അങ്ങനെ പോവാണ്. മുതലങ്ങ് എടുക്കുവാണ്. എവിടെ എടുത്ത് ഇടപെടുത്താൻ കടിക്കാൻ നോക്കാം. ഞാൻ എൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഗ്ലൂവാളം കെട്ടി വെച്ച് ലാസ്റ്റ് കൊണ്ട് ഏതാണെന്ന് വെച്ചാൽ ഫണ്ടിലങ്ങ് തീർക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ഓടിച്ചെന്ന് ചാവാന്നും പറഞ്ഞ് പൊട്ടാസിന് ഒരുത്തനാണ് സ്പോട്ട് ചെയ്യുക. അവനടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 2 പേര്. അയ്യോ, ഒരുത്തന്നെ ഞാൻ ഡാമോ എടുത്തിട്ട് ഗ്ലൂ ഇടാനും പറ്റിയില്ല, എല്ലാം കൂടി എന്നെ അമുക്കി വിട്ട്. പക്ഷെ എന്ത് പറയാനാണ്, ഞാൻ ഇവൻ്റെ കളിയാണ് ഈ റോക്ക് സ്റ്റാർ എന്തോ ടാറെന്നൊക്കെ പേര്. ഇവൻ ഓൾഡ് പ്ലെയറാന്നൊക്കെ തോന്നണേ, അറിഞ്ഞുകൂടാ. നല്ല കളിയാണല്ലോ ഡബ്ലത്തിന്. എനിക്കിങ്ങനെ ചാടി വിളിച്ചപ്പോൾ നമ്മുടെ ടീമിൽ ഒരാൾ നോക്കായി. ഇവിടുത്തെ ഒരു ഇതാ നോക്കായി. ഇവൻ വാശിയാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ടീമിൽ നോക്കൊക്കെ നിൻ്റെ ടീമിൽ നോക്കക്കൂടാന്നും പറഞ്ഞു. അങ്ങനെ ഇവിടെ അവനെ വെച്ച് എന്ത് ഇമോട്ടടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണിത് ഇവൻ്റെ നെറ്റ് പോയി. പണി പാളിയല്ലോ അവറാച്ചാന്നും പറഞ്ഞിരിക്കുമ്പോൾ ഞാനപ്പോൾ ഞങ്ങളത്തെ അവനും ചത്തന്ന്. ഇവനെന്താണ് കൊണ്ട് ഗ്ലൂ വാൾ പൊട്ടിക്കണേ, ഇൻഫിനിറ്റി ഗ്ലൂ വാളായിട്ട് അവൻ ഗ്ലൂ വാൾ പൊട്ടിക്കണം. മണ്ടൻ. ഇവൻ കളിയെടുക്കുമെന്ന് കണ്ടറിയാം ഗൈസ്. എന്നാൽ ഇവനൊരു നല്ല പ്ലെയർ ആയിരിക്കണം ഗൈസ്. ഓക്കെ, അതിനോട് വെയിറ്റ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവനെ അടിക്കുമെന്ന് നോക്കാം ഗൈസ്. ഈശ്വര, ഈ കളി പോയി കഴിഞ്ഞാൽ പോയല്ലോ, പണി പാളില്ലേ. കുറച്ച് ഇവിടെ ക്യാമ്പ് ചെയ്യപ്പോൾ ഗൈസ് ഇത് നോക്കിയോ, നമ്മുടെ എനിമിതി ഇവിടെ വന്ന് ഗ്ലൂ വാളിട്ട്. ഇവനാണ് ഏഴവളത്തിനോടെ ഒറ്റ അടി പോലും കൊടുത്തില്ല ഗൈസ്. എന്ത് നൂബനാണ്. യുവമ്പിക്ക് പ്ലക്കി അങ്ങനെ അവൻ എടുത്തിട്ടുണ്ട്. അവൻ ഈ കളി ബൂയി അടിച്ചു. ഫസ്റ്റ് തന്നെ ബൂയി അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നല്ല തുടക്കമാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് അങ്ങനെ സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, പ്ലാറ്റിന 5-ലാണ് നമ്മൾ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്, മീൻസ് സെക്കൻഡ് മാച്ചും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സൈറ്റ് എടുക്കാമെന്നും പറഞ്ഞിരിക്കുക. ഇവൻ്റെ തല കണ്ട് എനിക്ക് തല കണ്ട് എനിക്ക് എന്തോ വരും. ഞാനപ്പോൾ നമ്മളെ ഫ്രണ്ട് ടീമേറ്റ് സൈറ്റ് എടുക്കാൻ പോകുന്നു. നമ്മളാണ് ഓസ്കാർ അടിച്ച് നേരെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ സൈറ്റ് എടുക്കാൻ വേണ്ടി പോയി വീണു ഫോക്സ്. നമ്മളേരെ സൈറ്റ് എടുത്ത് ചാടി ഓടി അങ്ങ് പോവുകയാണ്. അങ്ങനെ ചാടി ഓടിപ്പോയിട്ട് ആരെയും കണ്ടില്ല. അങ്ങനെ നമ്മളിവിടെ ഓടിപ്പോകുമ്പോഴാണ് അതേ ബാക്കിൽ നിന്ന് ഫയർ ചെയ്യേക്കണത്. അവൻ നീട് ഹുക്ക് ചെയ്തൊക്കെ കൊല്ലാന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. നമ്മളത് നീടങ്ങനെ ഹുക്ക് ചെയ്ത് നിൽക്കണം അടുത്തൊരാൾ. ഞാനടുത്ത് നീടുണ്ട്, പക്ഷേ ഇവൻ ഓടിപ്പോയി. സൈറ്റിനോട് അടിയെടുക്കാന്ന് പറഞ്ഞിട്ട് നടക്കണമില്ല. നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഇവന് അടുത്ത് വരുവാണെങ്കിൽ സൈറ്റിനിട്ടാണ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. അവനെ നമ്മൾ കറങ്ങിപ്പോയി ഒറ്റടി കൊടുത്ത് അവനെ അങ്ങ് നോക്കാക്കി. അങ്ങനെ കളി നമ്മൾ ഫസ്റ്റ് റൗണ്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മാച്ചിൻ്റെ ഞാൻ ഇമ്മോട്ടടിയെന്ന് പറഞ്ഞ് ഞാൻ അറിയാണ്ട് ഓടിക്കളയും. എന്താ പറയാനാ, അവന്മാർ ഇച്ചിരി വാശിയേറ്റാന്ന് പറഞ്ഞ് ഇമ്മോട്ടടിക്കാന്ന് പറഞ്ഞിരുന്ന നമ്മൾ ഈ റൗണ്ട് പൊട്ടാസൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. എന്താവുമെന്ന് ദൈവത്തെ അറിയാം. പൊട്ടാസ് എടുത്ത് നമ്മളെ സ്വിച്ചിങ് സ്പീഡൊക്കെ റീലോഡിങ് സ്പീഡ് കാണിച്ചിട്ടുണ്ടാണ്. റൗണ്ടോട് ചെയ്തിട്ട് നേരെ പോയിട്ട് ആ തോംസ് എടുക്കാന്നും പറഞ്ഞിരുന്നു. എന്ത് അബദ്ധം പറ്റി. അവന്മാരാണെങ്കിൽ കിങ് ഫിഷറിന് കുത്തി അങ്ങ് എടുത്ത് തന്നെ. ഏത് തമിഴനാണ് ഗൈസ്. ഇവൻ്റെ പ്ലെയർ നോക്കാൻ നേരത്ത് നമ്മൾ സ്വിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ 2 എനിമിനെ അവന്മാർ നോക്കാക്കി. എന്തായാലും കൊള്ളാം. അപ്പോൾ ഈ റൗണ്ട് അങ്ങനെ അവന്മാർ എടുക്കുമെന്ന് നമ്മൾ നോക്കാം. അവന്മാർ ഇങ്ങനെ ഇച്ചിരി ക്യാമ്പ് ആയപ്പോഴാണത് ഈ കിങ് എന്ന് പറഞ്ഞൊരുത്തൻ താഴേന്ന് ഒരുത്തൻ അടിച്ചിടുന്നത്. ഇവൻ വന്ന് അടിച്ചിട്ട് ഇവനാണെങ്കിൽ ഇവിടെ നിന്ന് അനങ്ങണമില്ല. അവനെ പോയി രക്ഷിക്കേണ്ടതിന് ഇവനിവിടെ ക്യാമ്പ് ചെയ്യണം. അപ്പോൾ ഒരുത്തം വന്ന് റഷ്യ ഇവനടിച്ച് നോക്കാക്കി. അടുത്തവനും കൂടെ വന്നപ്പോൾ അങ്ങ് തീർന്നും തണ്ടി. ആ മണ്ടനോടൊപ്പം റിവൈവ് ചെയ്യുന്ന കളി എടുക്കായിരുന്നു. കയറുകൊണ്ട് പൊട്ടാസ് വെച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ കയറി ചെന്ന് അവരുടെ മോക്കമുണ്ട്.
ആ മോക്കതിനൊന്ന് അടിച്ചുറക്കാന്ന് പറഞ്ഞ് കയറി ചെന്ന് അവന് ഒരിടത്ത് രണ്ടിടത്ത് ഒറ്റയടിക്കാതെ നോക്കാക്കി ഇട്ടിട്ടുണ്ട്. അവനങ്ങ് കില്ല് പിഞ്ച് ദേ കിട്ടണ നമുക്ക് UMP. പിന്നെ പറയണ്ടല്ലോ, UMPക്ക് ഫുൾ റെഡൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞപ്പോൾ ദേ മേളിൽ നിന്ന് അടിക്കണം. സ്കോപ്പിയായിട്ട് അടിക്കാമെന്നും പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ പീക്കും കിടന്നു. അപ്പോൾ നമ്മൾ മേളിൽ കൂടി കയറി ചെന്ന് അടിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ മേളിൽ നിന്ന് നീടൊക്കെ ബുക്ക് ചെയ്തെറിയാണ്. എന്ത് പറയാനാ. അപ്പോൾ അതേ മേളിൽ ആ കിങ്ങിനെ അങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവനന്നെ നോക്കാക്കിയെന്ന്. നമ്മൾ ലാസ്റ്റ് 2 ടൈം ഇവിടെയൊക്കെ തപ്പിയിട്ടൊന്നും കാണാനില്ല. അപ്പോൾ അതേ അവിടെ ആ കിങ് നോക്കാവാണ് പിന്നെ. അപ്പം നമ്മൾ ചായ ഒടിച്ചെന്ന് അടിക്കാമെന്നും പറഞ്ഞിരുന്നപ്പോൾ അതേ 2 എണ്ണം ഈ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ അവൻ റഷ്യയിലങ്ങ് എടുത്താണ്. 2 പേർക്ക് നല്ല ഡാങ് കൊടുത്താണ്. ഒരുത്തനാകുമ്പോൾ രണ്ടാമത്തേനെ ടീമേറ്റ് ഗുമ്മിയിട്ട് 2 കില്ല് പോയിന്ന് പറഞ്ഞാൽ എന്നാ നല്ല കില്ലാണ്. ഇപ്പോൾ അവന്മാരെ ഗുമ്മിക്കൊണ്ടുപോയി. നമുക്ക് റാങ്ക് പുഷിങ് അല്ലേ താനെ. അങ്ങനെ സെഡായിരിക്കണം നമ്മൾ. ഇങ്ങനെ മോട്ടിവേഷൻ വാക്കൊക്കെ പറഞ്ഞ് മാക്സായിട്ട് അടുത്ത റൗണ്ടിന് നമ്മൾ AW ആണ് ഗൈസ് എടുത്തേക്കണത്. ഞാൻ ശരിക്കും പറഞ്ഞൊരു AW പ്ലെയറാണ് ഗൈസ്. AW അങ്ങനെ അവന്മാരെ പുറകെ കൂടെ അടിക്കാമെന്നും പറഞ്ഞ് ഓടിച്ചടി ചെല്ലുവാണ്. അപ്പോൾ പുറകിൽ നിന്ന് അടിച്ച് വേണ്ടി ഇങ്ങനെ ചെന്നപ്പോഴത്തേക്കും ദേ എടുത്ത് നോക്കാക്കണം. ദേ അവിടെ അടുത്ത് പൊക്കാൻ നിൽക്കണം. അവന് ഒരു 150 എടുത്ത് അവനിട്ട് റഷ് ചെയ്യാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ഓസ്കാറിട്ട് റഷ് ചെയ്തവനെ പെട്ടെന്ന് ഓടാൻ നോക്കി. നമ്മളെ വിടുമോ? നമ്മൾ M590 ഒരടി കൊടുത്തതേ ഫ്രണ്ടിലൊരുത്തൻ. അവനെ കൂടെ എടുത്ത് തന്നെ ആ കളി അങ്ങ് തീർക്കും. അങ്ങനെ അവനെ 300 എടുത്തങ്ങ് ഈ റൗണ്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. ഇപ്പം 3-1 സ്കോർ ചെയ്യണത്. നമ്മൾ ടൈറ്റിൽ കാണിച്ചൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കളിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബുയ്യ അടിക്കും ഗൈസ്. അപ്പോൾ ഇത് 2ാമത്തെ മാച്ചാണ്. ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഒരു കുഞ്ഞ് യൂട്യൂബറിനെ നിങ്ങളിങ്ങനെ ആക്ഷേപിക്കരുത് പ്ലീസ്. ഞാനൊരു വളർന്നു വന്ന യൂട്യൂബറാണ്. എനിക്കും അക്ഷയനെ പോലെയൊക്കെ ആവണമെന്നുണ്ട്. അപ്പോൾ ഇവന്താണ് ഇവിടെ നേരത്തെ ഇടിച്ച് കാണിക്കണം. അപ്പം ഞാനടുത്ത് തന്നെ സ്നൈപ്പർ വാങ്ങിച്ച് കൊടുക്കുകയാണ്. അത് സ്നൈപ്പർ എടുക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ സ്നൈപ്പർ അങ്ങ് കൊടുത്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ആളെ കുറേ സ്നൈപ്പർ വെച്ച് കളിക്കണ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് തോന്നി അതിന് സ്നൈപ്പർ തന്നെ ആയിരിക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ M590 നേരെ റഷ് ചെയ്യാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ ഇവിടെ എടുത്ത് ഞാൻ അവനതേ ഒരു ഇത് കൊടുത്തിട്ട് ഞാൻ റഷ് ചെയ്ത് അവനെ കൂടി അങ്ങ് എടുത്ത് അവനെ നോക്കിയിട്ടോടെ ഗ്ലൂ ആയിട്ടിരിക്കാൻ നേരത്ത് മറ്റവനാണ് എൻ്റെ നേരെ റഷ് ചെയ്യാൻ വരുമായിരുന്നു. ഇതേ ഓറിയോണെ കിട്ടുമോട്ടോ തന്നെ. എനിക്കാണെങ്കിൽ പേടി. ഞാനവിടെ മറ്റേ സാധനം ഇട്ടെന്ന് അവൻ എന്നിട്ട് തന്നെ എടുത്ത് ഗൈസ്. ഞാനൊന്ന് ഒരു വെടി വെക്കാനുള്ള സമയം പോലും അവനെനിക്ക് തന്നില്ല. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് കിങ്ങെണ്ണം വന്നിട്ട് അവൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കിങ്ങെണ്ണം നമ്മളെ റിവൈവ് ചെയ്ത് വിട്ടു. അപ്പം തന്നെ ഡിമിറ്റ് ഇട്ടാന്ന് ഞാൻ ഓർത്ത് തന്നെ പോകുവാണ്. അപ്പം നമ്മൾ ഡിമിറ്റ് ഇട്ട് നമ്മൾ പൊങ്ങിയിട്ട് ഇവിടെ നിന്ന് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീൽ ചെയ്യിക്കുന്ന സമയത്ത് ഇതേ ഇവിടെ ഒരു അവിടെ നോക്കിയപ്പോൾ ഒന്നുമില്ല, ചമ്മിപ്പി. അപ്പം അതേ അവിടെ എല്ലായിടത്തും മോക്കോയും വെടിയും പോകാം. എനിക്ക് എങ്ങോട്ട് പോകണമെന്നൊരു ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും കളിയന്മാർ ബൊയ്യെ എടുത്ത്. എന്താ പറയാനാ ഗൈസ്, കില്ലിന് വേണ്ടി ഓടിച്ചാടി വന്നത്. അപ്പം ഞങ്ങൾ ഈ കളിയും ബൊയ്യ അടിച്ചതേ 4 സ്റ്റാർ ആക്കിയിട്ടുണ്ട്. പ്ലാറ്റിനം 5 ഗെയിം സ്റ്റാർട്ടായിട്ട് നമ്മൾ നേരെ സൈറ്റ് എടുക്കാമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് മറ്റേ സ്മോക്ക് ഗ്രനേഡൊക്കെ ഇടാൻ നിൽക്കുവാണ്. അപ്പോൾ ഗൈസ് അവിടെ സ്മോക്ക് ഗ്രനേഡ് ഇട്ടിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ ആ ഡ്രോപ്പ് വരാൻ വേണ്ടി. അപ്പോൾ അതേ ഡ്രോപ്പ് നമ്മൾ ഇടിച്ചത് പുറകോട്ടിട്ട്. എന്ത് കാടി നമ്മൾ സാധനം എടുക്കാൻ അപ്പോൾ ഇങ്ങനെ അടിച്ച് ആക്ഷേപിക്കുകയാണ് വേണ്ടേ. ഈ സിസ്റ്റം മാറ്റണം കരിീന. അപ്പോൾ അതേ അവന്മാരൊക്കെ അവിടെ എന്നെ കൂട്ടത്തോടഴി. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് ഫ്രീസ് ഗ്രനേഡ് അവരെ കൊല്ലാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും വേണ്ടി തന്നെ എങ്ങോട്ടിടും ഫ്രീസ് എന്നും പറഞ്ഞിരിക്കുന്നത്. ഈ അടുത്തൊരു മറ്റേ വിൻ്റർലാൻഡിൻ്റെ ബണ്ടിലേക്ക് ഇട്ടുകൊണ്ട് വന്നേക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പോയപ്പോൾ ഇതേ പുറകിൽ നിന്ന് അടിക്കും, എല്ലായിടത്തും നിന്ന് അടിക്കണം. അപ്പോൾ അതേ ഇതിനടുത്ത് ഓസ്കാറായിട്ട് രക്ഷപ്പെട്ടത് ഓർമ്മയുള്ളൂ. ഇതേ ഫ്രണ്ടിൽ ഇനിയും അങ്ങനെ സൈത്ത് വെച്ച് കൊല്ലാൻ നോക്കി നടന്നുമില്ല. ഇവന്മാരൊക്കെയാണ് ഒടുക്കത്തെ മൂവ്മെൻറ്റ്. എനിക്കാണെങ്കിൽ അന്ന് അടിക്കാനും പറ്റണം. അങ്ങനെ ഈ റൗണ്ട് അവന്മാരെടുത്ത് നമ്മൾ 6 റൗണ്ട് എടുത്ത് തന്നെ കലിപ്പിൽ ഇതേ ബൈസനൊക്കെ എടുത്ത് നമ്മൾ അവന്മാരെ ഒളിച്ചടിക്കാമെന്നും പറഞ്ഞത് ഇവിടം വഴിയൊക്കെ ചെന്നതാണ്. അപ്പം അത് ഇവിടെ സ്റ്റെപ്പിൽ നിന്ന് ഒരുത്തൻ ചാടി ഓടി വന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇതായിപ്പോയി ടെൻഷനായിട്ട് ഞാൻ ഇവനെ ഓസ്കാറിട്ട് അങ്ങനെ പിടിച്ചങ്ങ് കൊന്നിട്ടുണ്ട്.
അപ്പം അതേ വിൻ്റർലാൻഡിൽ വണ്ടി കിട്ടാകുമ്പോൾ തന്നെ അങ്ങ് കുത്തിപ്പിടിച്ചങ്ങ് നോക്കാക്കി വിട്ട്. പക്ഷെ എന്തോന്ന് അവസ്ഥയുടെ റഷ് ചെയ്ത് ഞാൻ കളിയെടുത്താൻ നമ്മുടെ ടീംസിൻ്റെ ഗെയിം പ്ലേ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അതേ ഒരുത്തന് നോക്കാക്കാൻ നോക്കി അവൻ്റെ കില്ല് മറ്റേ കുമ്മിക്കൊണ്ടുപോയി. നോക്കിയപ്പോൾ ഇവൻ്റെ നെറ്റ് പോയാൽ നിൽക്കുന്നു വെച്ച്. പിന്നെ ഇവൻ എങ്ങനെയൊക്കെയോ സോണിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. ഇത്ര നേരം നെറ്റില്ലായിരുന്നു ഇവൻ്റെ. അങ്ങനെ ഇവൻ ഇവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റവനോടെ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഞാനവിടെ സ്പെക്റ്റേറ്റും ചെയ്തില്ല. ഞാനവിടെ സ്പെക്റ്റേറ്റ് ചെയ്യാൻ വന്നപ്പോൾ അവനെ അങ്ങ് വിൻ്റർലാൻഡിൻ്റെ ബണ്ടിലിട്ട് വന്ന് അടിച്ച് നോക്കിയാക്കി. ഇവന് ഇപ്പോൾ തീരും. ആ ബണ്ണിയുടെ കയ്യിൽ നിന്ന് ഒരു രക്ഷയില്ല ഗൈസ്. ആ നൈറോവിൻ്റെ ഉടുപ്പിട്ട ബണ്ണി ഇവനങ്ങ് പ്ലക്കി വിട്ട്. എന്താ പറയാനാ. 0-2 നിൽക്കുവാണ്. അപ്പം നമ്മൾ നേരെ MP5 എടുക്കാമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിന്ന ഗൈസ്. ഞാനാണ് MP5 ചാർജ് ചെയ്ത് ഇവിടെ നിന്നപ്പോൾ ഇവിടെ നിന്ന് ഒരുത്തൻ ചാടി വന്നി. ഇവൻ എവിടെ നിന്നാണ് ചാടി വന്ന് എനിക്കൊന്നും മനസ്സിലായി പോയില്ല ഗൈസ്. ഞാനാണെങ്കിൽ അവിടെയൊക്കെ ഫുള്ള് നോക്കിയിട്ടല്ലേ വന്നി. ഇവനിപ്പോൾ ഇവിടെ നിന്ന് ടെലിപ്പോർട്ടായെന്ന് എനിക്കറിയാത്ത. ഞാനാണെങ്കിൽ കില്ലിൻ്റെ ഇതും നോക്കിയില്ല. എലിമിനേഷൻ റീപ്ലേ നോക്കിയില്ല. ഇവരവനെ റിവൈവൊക്കെ ചെയ്തിട്ട് തലക്കടിക്കുന്നതിന് വെറും 9 ഡാമേജ് കൊടുത്തേക്കണം MP5-ന്. ഈ മണ്ടനേക്കാൾ അവസാനം ഇവൻ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത്. അപ്പം അതേ അപ്പുറത്തെ ക്യാമ്പ് ടവറിൽ നിന്ന് അവനെ അങ്ങ് ഫിനിഷാക്കി വിട്ടത്. അപ്പുറത്തെ ടവറിൽ നിന്ന് ഇവന്മാർക്ക് നല്ല സപ്പോർട്ട് ഇട്ടുണ്ട് ഗൈസ്. അപ്പം അതേ പുറകിൽ നിന്ന് അവന്മാരെ അടിച്ച് 3-0 സ്കോറാക്കിയിട്ടുണ്ട്. മിക്കവാറും ഈ കളി പോകും ഗൈസ്. നമ്മൾ ഈ റൗണ്ടിൽ VSKയും MP5 എടുത്തേക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഉള്ളിലാണെങ്കിൽ നമ്മളുടെ ടീമേറ്റേ ഉള്ളൂ. അവനെടുത്ത് കഴിഞ്ഞാൽ അവന്മാർ ഈ വഴി റഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്തോട്ടിറങ്ങി വന്നാൽ വിൻ്റർലാൻഡിൽ ബണ്ടിലിട്ടവൻ. അവനെ നമ്മൾ മൈൻഡ് ചെയ്യണത് പുറകിൽ നമ്മുടെ ടീമേറ്റിനെ അടിക്കാൻ വന്നേക്കണം. അപ്പോൾ നമ്മൾ പുറകിൽ കൂടി പോയി ഓസ്കാർ ഇട്ട് അവനെ അങ്ങ് പ്ലക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ അവസാനം ചത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ടീമേറ്റ് നോക്കുകയാണ്. അവന് സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ ചെന്നതാണ്. അപ്പോൾ അത് ഇവിടെ ഞാൻ ഒരുത്തണമെന്നും പറഞ്ഞിരുന്നേ. അപ്പോൾ അത് ബാക്കിൽ നിന്നൊക്കെ എല്ലാവരും കൂടി വന്ന് ഞങ്ങൾ പ്ലക്കി. അങ്ങനെ ഈ റൗണ്ടും ഗുദാഹവ ഗൈസ്. ആ റൗണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. എടുക്കാമെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് അവിടെ ഗ്ലൂ വാൾ ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് ഇൻഫിനിറ്റി ഗ്ലൂ വാളാണ് കിട്ടി. അപ്പോൾ അവിടെ ഡ്രോപ്പ് പറഞ്ഞവരുടെ വെയിറ്റ് ചെയ്യപ്പോൾ അവനോടിരിക്കണം സൈറ്റ് എടുക്കാൻ. അവനാണെങ്കിൽ ഡ്രോപ്പ് വന്ന് ഇടിച്ചിട്ട് അവനാണെങ്കിൽ ഓസ്കാറിട്ട് നമ്മളെ പേടിപ്പിച്ച് വന്ന്. പിന്നെ ഞാൻ സൈറ്റും വെച്ച് വെട്ടണുണ്ടപ്പോൾ അവനങ്ങ് ഓടി. നമ്മളങ്ങ് വെട്ടിയിട്ട് അപ്പോൾ അവനെ ഗ്ലൂ വാളിട്ട് കവർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതേ അടുത്ത എനിമിയെ തപ്പി വരുമായിരുന്നു. അപ്പോൾ അവനെ നമ്മുടെ ടീമിനാരും നോക്കാക്കി. അത് നോക്കിയിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരെയും കാണാനില്ല. അപ്പോൾ പുറകിൽ വെടിവെച്ച. അപ്പോൾ പുറകിൽ 10-15 ഗ്ലൂ വാളൊക്കെ കിടക്കണം. പക്ഷെ ആരെയും കാണുന്നില്ല. ടീംമേറ്റ്സാണ് കില്ല് കൊടുക്കാണ്ട്. ഇവന്മാർ എവിടെ നിന്ന് കില്ലെടുക്കണമെന്ന് മനസ്സിലാവണില്ല. തപ്പയാണത്തെ എനിമീനെ കാണില്ല. പക്ഷേ നമ്മുടെ ടീംമേറ്റ്സ് കളി എടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ കളി എടുത്തതിന് സംബന്ധിച്ച് കിടന്ന് മെഡൊക്കെ അടിച്ച് നെക്സ്റ്റ് സെറ്റ് നമ്മൾ MP5 എടുത്തേക്കണേ. MP5 വെച്ചത് നമ്മുടെ ടീംമേറ്റ്സിനെ അടിച്ചുകൊണ്ടിരുന്ന എനിമിയെ റഷ് ചെയ്യാന്ന് പറഞ്ഞിരുന്ന. അവൻ്റെ കയ്യിലാണെങ്കിൽ മറ്റേ MP5 വെച്ച് എന്ത് ചെയ്യാനാ. അപ്പോൾ MP5 ചിപ്പിറ്റും വെച്ച് ഞാൻ ഇവനെ അടിക്കാമെന്നും പറഞ്ഞ് ഇവിടെ ഗ്ലൂ ഇട്ട് റിമൂവ് ചെയ്യപ്പോൾ ഇവൻ്റെ ഓറിയണിട്ട് പേടി വീണ്. കുറേ നേരെ ഇവൻ്റെ ഓറിയൺ ഇത്ര പെട്ടെന്ന് ചാർജ് ആവണം എങ്ങനെയെന്നും പറഞ്ഞപ്പോൾ പുറകിൽ നിന്ന് ഇവൻ വന്നടിച്ച് മറ്റേ മറ്റേ പിസ്റ്റൽ പോലത്തെ അതും വെച്ച് അടിച്ചോണ്ട് അപ്പോൾ ഞാനങ്ങനെ ചത്ത്. ഇവന്മാരെ സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനാണെങ്കിൽ അപ്പോഴത്തേക്ക് ഒരുത്തൻ നോക്ക് കിട്ടി. ജാക്ക് വൈറ്റി എന്ന് പറഞ്ഞാലാണെങ്കിൽ 2 കില്ലൊക്കെ എടുത്ത്. ഇവൻ ഏസ് അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഇവിടെ ഗ്ലൂ പൊട്ടിച്ച് അകത്ത് കയറി. എനിമീനെ അത്യാവശ്യം ഡാമേജ് കൊടുത്ത്. എന്നിട്ട് ഇവന് ഇത്ര ഡാമേജ് ഒന്നും ചാവത്തെന്നാന്ന് ഓർത്ത് ഞാൻ സ്പെക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ MP40 ഉള്ളവൻ പിന്നെയും വന്നു. അപ്പം അവനതേ കാണിക്കും 2 പേരും കൂടി ഈ ഈസ് എടുക്കാൻ വേണ്ടി റഷ് ചെയ്യാണ്. അപ്പം ഇവനാ ഫയറിങ് സൗണ്ട് കേട്ടിട്ട് ഇവനും വേണ്ടിട്ടുണ്ട്. ഇവനൊന്നും ചുക്കും ചെയ്യണില്ല. ഇവനങ്ങനെ സക്കൂനാന്ന് ആ ഓടണ സ്കില്ലിട്ടിട്ട് ഇങ്ങോട്ട് മാറി കവറൊക്കെ എടുത്ത് കളിക്കുകയാണ്. ഇവനാണിതേ ഗ്ലൂട്ട് മൂടിയേക്കണം.
ഈ ഗ്ലൂട്ടോളിനെ ഇടയിൽ കൂടെ അടിക്കാമെന്ന് പറയുന്ന അമ്മച്ചൻ. എന്നിട്ട് ഇവനാണെങ്കിൽ ഫുള്ള് ബാക്കിയത് സോമ വന്നിട്ട് ഇവനങ്ങ് ചാവുകയും ചെയ്തു. അപ്പം ഇവനും 2 കില്ല്, മറ്റവനും 2 കില്ല്. ഏസ് എടുക്കാമെന്നും പറഞ്ഞ ഈ ജാക്റ്റീവ് എന്ന് പറഞ്ഞവൻ ഏസായിരുന്നു അവൻ്റെ ഏസ് പോയിട്ടുണ്ട് അങ്ങനെ. പിന്നെ നമ്മൾ ഈ കളി P90 വെച്ചെടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക. കഴിഞ്ഞ കളി അവൻ P90 വെച്ചാണ് 2 കില്ലെടുത്തത്. അവൻ ഡബിൾ ടേക്ക് ഡൗൺ എടുത്തോടെ നമുക്കും P90 വെച്ച് ഡബിൾ ടേക്ക് ഡൗൺ എടുക്കാമെന്നും പറഞ്ഞ് പോകുമായിരുന്നു. ചിലപ്പോൾ ഏസും എടുക്കും. അങ്ങനെ നമ്മൾ ഡബിൾ ടേക്ക് ഡൗൺ എടുക്കാമെന്നും പറഞ്ഞ് പോയി. ഇവനെ നമ്മൾ ഗ്ലൂ ഇട്ട് ബാക്ക് ചെയ്യാമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. ഇവനാണെങ്കിൽ ഒരിടത്ത് നിൽക്കണമില്ല. ഗ്ലൂ ഇട്ട് ബാക്ക് ചെയ്യാമെന്നും പറഞ്ഞപ്പോൾ ഞാൻ ഗ്ലൂവിൻ്റെ ഉള്ളിൽ കൂടി ഓടിക്കളഞ്ഞു. എന്ത് ചെയ്യാൻ? അപ്പോൾ നമ്മൾ ഓസ്കാർ ഇട്ട് ഫ്രണ്ടിലോട്ട് പോയി ആ ഡ്രോപ്പ് എടുക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് അവിടെ ഫൈറ്റ് എടുക്കണം. നമ്മൾ ചുമ്മാ റിസ്ക് എടുക്കണമെന്നും പറഞ്ഞ് ഇവിടെ ഡ്രോപ്പ് എടുക്കുമായിരുന്നു. നമ്മൾ ഡ്രോപ്പിൽ നിന്ന് നമ്മുടെ MP5 അങ്ങ് കിട്ടിയിട്ടുണ്ട്. MP5 വെച്ച് ചാടി ഓടി ചെന്നിട്ട് ഇപ്പോഴേ ഓർമ്മയുള്ളത് പുറകിൽ നിന്ന് അടി കിട്ടണം. എൻ്റെ പൊന്നെ 30 HP ഞാൻ രക്ഷപ്പെട്ടെ. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം മെഡ് അടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. മിക്കവാറും മെഡ് അടിച്ച് കഴിയുമ്പോൾ മെഡ് അടിച്ചപ്പോഴത്തേക്ക് ഒരു ഇനിമി അങ്ങ് ഡൗണായി. അപ്പോൾ ലാസ്റ്റ് ഇനിമി എങ്ങനെയെങ്കിലും കിട്ടുമെന്നും പറഞ്ഞ് മെഡ് അടിച്ചിട്ട് ഗ്ലൂ ഒക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇനിമി ഇവിടെ ഒന്നും കാണണമില്ല. ഞാൻ എല്ലായിടത്തും ചാടി വിടണമെന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ ഇവിടെ ഒന്നും കാണാനില്ല. ഇവൻ എവിടെ പോയി കിടന്നു പറഞ്ഞപ്പോൾ നമ്പർ 1 അടുത്ത് എന്തോ അവന്മാർ വെടി വയ്ക്കണം. ഞാൻ നമ്പർ 1 അടുത്തോടെ ചെല്ലുമായിരുന്നു. അപ്പോഴത്തേക്കും അവന്മാർ ആ എനിമിയെ അങ്ങ് തീർത്തിട്ടുണ്ട്. ഞാൻ ചാടി വിളിച്ച് എനിമിയെ കണ്ട് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോൾ എന്നെ അവൻ ഡൗൺ ആയിക്കുന്നു. എന്തവസ്ഥയാണ്! ഫുൾ ഹെൽത്തുള്ള എന്നെ അവനെങ്ങനെ ഡൗൺ ആക്കിയെന്ന് എനിക്കറിയാത്തത്. അതും ആ ചെറിയ സമയത്തിൽ. അതിലാട്ടെ നമ്മൾ AW അങ്ങ് എടുത്തിട്ടുണ്ട്. AW വെച്ച് കളിയെടുക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഞാനൊരു AW ഒരു പ്രാവശ്യം എറണാകുളം കയറിയതാണ്. എറണാകുളം ഞാൻ 13 കയറിയ AW. പിന്നെ ആ സീസണിൽ അങ്ങ് പോയിട്ടുണ്ട്. അത് ഈ അക്കൗണ്ട് കേട്ടോ, ഇതെൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട് FOGRX. ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടില്ലേ, റാങ്ക് പുഷിങ് വീഡിയോ, അത് ആണ്. അതിൻ്റെ അകത്താണ് ഞാൻ ഏഴാവളത്തിന് എറണാകുളം കയറിയത്. അപ്പം അത് ഇവിടെ ഒരുത്തൻ പുറകെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനാ വൂക്കോങ്ങിനടിക്ക് തോന്നിയത് പുതിയ ക്യാരക്ടർ സ്കില്ലായിരിക്കും. ഞാൻ പെട്ടെന്ന് വൂക്കോങ്ങെന്നൊക്കെ പേടിച്ചു പോയി. അതും പറഞ്ഞ് ഞാൻ ഓസ്കാറായിട്ട് ചാടിച്ചെന്ന് അവനെ അങ്ങ് സപ്പോർട്ട് കൊടുത്തേ. ഞാൻ ഫുൾ ഡാമേജ് കൊടുത്തപ്പോൾ പുറകിൽ നിന്ന് അവൻ ഏഴാവളത്തിന് അടിച്ചെടുത്ത്. അപ്പോൾ ഇവനാണെങ്കിൽ എന്നെ മേലെ നിന്ന് അടിച്ചവനെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അവന് സൈഡിൽ നിന്ന് അടി കിട്ടി. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഫോണും ഓഫായിപ്പോയി. ഞാനങ്ങനെ ഫോണും കുത്തിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവന്മാർ ഫസ്റ്റ് റൗണ്ട് എടുത്ത് നമ്മുടെ ഓപ്പോണൻസ്. എന്തവസ്ഥയാണ് നോക്ക്. ഞാനിപ്പോൾ അവന്മാരെ സ്പെക്ക് ചെയ്യാൻ അവന് ഗുഡ് ലക്കും കിട്ടിയാൻ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റിലേറ്റ് ചെയ്യുമ്പോൾ ആകെ ശോകമാക്കി കളഞ്ഞു. എന്ത് പറയാനാ. അപ്പോൾ നമ്മളങ്ങ് അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കളി നമ്മൾ ഏത് കണ്ണെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആണ് നമ്മൾ P90 എടുക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. P90 എടുത്തിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. മാറ്റി MP40 ആക്കിയിട്ടുണ്ട്. MP40 എല്ലാത്തിനും കുത്തി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറേ എനിമിയാണെന്ന് വിചാരിച്ച് നമ്മൾ ഓസ്കാർ ഇട്ടുകൊണ്ട് ആരും കണ്ടില്ല. അപ്പോൾ അതൊക്കെ ഗൈസ് നമ്മുടെ 2 ടീംമേറ്റ്സ് നോക്കുകയും ചെയ്തു. ഇവന്മാർ എവിടെ പോയി നോക്കുകയെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോഴത്തേക്കുമാണ് എന്നെ ഒരു എനിമിയോട് സ്പോട്ടും ചെയ്ത്. ഞാൻ അവൻ്റെ മേളിലേക്ക് റഷ് ചെയ്യായിരുന്നു. അവൻ നേടൊക്കെ ബുക്ക് ചെയ്ത് അറിഞ്ഞൊന്നും നടന്നില്ല. പിന്നെ അവനെ നമ്മൾ റഷ് ചെയ്ത് നോക്കാക്കിയിട്ട് അപ്പോൾ ഒരുത്തിന് ഈ ഓറിയൻ ഇട്ടുണ്ടെന്ന്. ഈ ഓറിയൻ കാണുന്ന ഇഷ്ടമല്ല ഗൈസ്. ശിവന്മാരൊരുമാതിരി അടിയാണ്. അപ്പം നെക്സ്റ്റ് റൗണ്ടിട്ട് നമ്മൾ ഓറിയൻ എടുക്കാമെന്നും പറഞ്ഞ് ഇരുന്നതാണ്. പിന്നെ നടന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ MP40 എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു സ്കാറും എടുത്തിട്ടുണ്ട്. MP40 സ്കാറും വെച്ച് ചെല്ലുവാണ് ഗൈസ്. അങ്ങനെ മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ റൗണ്ടും ഈ മാച്ചും ബുയി അടിക്കാൻ പറ്റൂലെന്നാണ് ഗൈസ്. ഒരുമാതിരി ഭയങ്കര വേറെ സ്കോർ ചെയ്യും. പിന്നെ അവന്മാരെങ്ങനെ കംബാക്ക് അടിക്കും. എന്ത് പണ്ടാരാണോ ഗൈസ്.
അപ്പോൾ നമ്മൾ ചാടി ഇവിടെ എത്തിയപ്പോൾ അതേ സ്കാറിന് മറ്റേ 99-ൻ്റെ ചിപ്പ് കിട്ടി. അപ്പോഴത്തേക്കാണെങ്കിൽ ചെറുതായിട്ട് പിങ്ങും വന്ന്. അപ്പോൾ നമ്മുടെ ഏതോ ടീമിൻ്റെ കില്ല് നമ്മളങ്ങ് ഉമ്മിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകാണ്ട് അങ്ങനെ ഫിനിഷ് ആക്കാമെന്നും പറഞ്ഞ് ഓടിച്ചാടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബെസ്റ്റും കിട്ടി, ഒരു കില്ലും കിട്ടി ഗൈസ്. എന്ത് പറയാനാ, ഉണ്ട് പിങ്ങുണ്ട് ഗൈസ്, ചെറിയ ഗ്ലൂകളൊക്കെ ലേറ്റായിട്ട് വീഴണേ. അപ്പോൾ നമ്മൾ ആ കില്ല് ഫിനിഷ് മുമ്പിലത്തെ വീട്ടിലെ എനിമി നമ്മളവനെ താഴെ ഇറങ്ങിയിട്ട് അതിബുദ്ധിമാനായിട്ട് അടിക്കാമെന്ന് പറഞ്ഞിരിക്കുക. ടയറിൽ ചാടി മേളിപ്പോൾ അടിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. MP40 ഒക്കെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പോയതാണ്. പക്ഷെ അവൻ നമ്മളെ സ്പോട്ട് ചെയ്തു. എന്ത് പറയാൻ, ഇവൻ മറ്റേ ഓരോന്നിട്ട് തന്നെ അടിച്ചവനാണ്. ഇവനെനിക്ക് കണ്ടിട്ടൊരു അബ്നോർമൽ പോലെ. എൻ്റെ കയ്യിൽ ലൊക്കേഷനുള്ള ഡൗട്ടുണ്ട് ഗൈസ് എനിക്ക്. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ ടീംമേറ്റ് ആണെങ്കിൽ അവിടെ തന്നെ അവൻ്റെ ഫ്രീസർ നമ്മുടെ ടീംമേറ്റ് പോകാനെടുത്ത്. ഇത് പറയാനേ, ഇവൻ്റെ 3 HP രക്ഷപ്പെട്ടെ. അതേ ആ ഓറിയൻ ഇട്ടവന്മാർ അടിച്ചിട്ട് ഇവനെ അടിച്ചിട്ട് അങ്ങനെ 3-3 സ്കോറായിട്ടുണ്ട്. മിക്കവാറും ഈ റൗണ്ടും പോവും. അങ്ങനെ 3-3 സ്കോറായിട്ടുണ്ട്. ഇൻഫിനിറ്റി പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു MP40യും പിന്നെ ഒരു AW എടുക്കാമെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ടീംമേറ്റ് വന്നിട്ട് AW എനിക്ക് വേണമെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോഴത്തേക്ക് ടീംമേറ്റ് വന്നിട്ട് ഒരു SVD അങ്ങ് വന്ന്. അപ്പോൾ അവിടുത്തെ SVD കളിക്കാമെന്ന്. അപ്പോൾ ബാക്കി ലൂട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ലൂട്ടും കൂടെ എടുത്തിട്ട് നേരെ പോയി അടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക. അല്ല, ബാക്കി ലൂട്ടും കൂടെ എടുത്ത് നേരെ പോയി അടിക്കാൻ നേരത്ത് അറിയാണ്ട് കൈ തട്ടിയ കെയിൻ്റെ സ്കില്ലങ്ങ് ഓണായിപ്പോയി. ഞാൻ റഷ് ചെയ്തങ്ങ് പോയിട്ട് ഒരു കില്ലങ്ങ് എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോഴേ ഒരുത്തനൂടെ അടിക്കുന്നത്. നമ്മൾ SVDക്ക് അമ്മയ്ക്ക് നല്ല ഡാമേജ് കൊടുത്ത്. ഇവരാണ് ചാവണത്. അവൻ്റെ ഓസ്കാർട്ട് റഷ് ചെയ്ത് അവനെ അങ്ങ് കൊന്നു. എന്നിട്ട് അവനെ ഫിനിഷാക്കി വിട്ടിട്ടുണ്ട്. അവനെ സെക്കൻഡ് എനിമി തപ്പാൻ വേണ്ടി ഇവിടെ ഗ്ലൂ ആയിട്ട് നിന്നപ്പോൾ ഈ മേളിൽ നമ്മുടെ ടീംമേറ്റിനെ നോക്കാക്കി. അത് എവിടെ നിന്നാന്ന് നോക്കാൻ വേണ്ടി ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആരെയും കാണണമില്ല. ചേടാ, ഇവനെ ആരടിച്ചിട്ട് എത്തും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ടീംമേറ്റ് വന്നിട്ട് ഇവിടെ ചറവറ ഗ്ലൂ വാൾ വിട്ടിച്ച്. അപ്പം അത് നമ്മളെ എനിമീനെ സ്പോട്ട് ചെയ്യും. നമ്മളെ കുത്തി അങ്ങ് പിടിച്ച് ആ എനിമീനെ അങ്ങ് എടുത്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ടീംമേറ്റിനെ നോക്കായി. ഞാൻ അപ്പം തന്നെ അങ്ങനെ പൊക്കി ഇട്ടിട്ടുണ്ട്. അമ്മാതിരി ഹീലി വന്നപ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് എനിമി വന്നടി. ഞാൻ ഓരോന്ന് ഇട്ടവനാ ഗൈസ്. ഇവൻ ഞാൻ അത്യാവശ്യം ഡാം കൊടുത്താണ്ട് ഞാൻ ഗ്ലൂ ഇട്ടങ്ങ് പൂട്ടി എൻ്റെ ടീംമേറ്റിനെ റിവൈവാക്കി വിട്ടതായിരുന്നു ഗൈസ്. ഞാൻ തന്നെ സോണിൽ കൂടി പോയി. അപ്പോൾ 20 HP ഉള്ള അവനെങ്ങനെ സോണിൽ കൂടി വരും? അവനങ്ങനെ ചത്തിട്ടുണ്ട്. ഞാനവിടെ നിന്ന് മെഡൊക്കെ അടിച്ച് എങ്ങനെയൊക്കെ പോകാമെന്നും പറഞ്ഞിരുന്ന ഗൈസ്. പക്ഷേ ഇവനാണെങ്കിൽ മെൽറ്റർ വിട്ട് കളഞ്ഞു. എനിക്കാണെങ്കിൽ ഗ്ലൂ വാൾ ഇടാൻ പറ്റില്ല. അങ്ങനെ ആ മാച്ചും പോയി. എന്താ പറയാനാ ഗൈസ്. നമ്മുടെ അടുത്ത മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ മാച്ചിൽ ഞാൻ ഒരു റൗണ്ട് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി ഗൈസ്. എൻ്റെ അവസ്ഥയാണ് നോക്കണേ. നമ്മളങ്ങനെ ക്യാമറ ഓണാക്കാൻ മറന്നിട്ട് 1-1 ആയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ക്യാമറ. അപ്പോഴത്തേക്കും ഓറിയോണൊക്കെ ഇട്ട് ഒരുത്തൻ മഞ്ഞ്. ഞാനവന് അത്യാവശ്യം ഡാം കൊടുക്കാൻ ആ ടവറിൻ്റെ മേളിൽ നിന്ന് തന്നെ അടിക്കണം. അപ്പോൾ ഇവിടെ ഒരുത്തനുണ്ട്, ഇവിടെ നിൽക്കണം. ചേടാ, അപ്പോൾ ഓരോന്നിട്ടവനെ ഞാൻ എങ്ങനെയൊക്കെ കുത്തിപ്പിടിച്ച് വന്നു. എന്നിട്ട് ഇവിടെ നിൽക്കണവന് അവന് എൻ്റെ ടീമിന് സപ്പോർട്ട് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോഴേ സോമൻ ഞാൻ സ്കോപ്പ് ഇട്ടപ്പോൾ സോമൊന്നും കണ്ടില്ല. അങ്ങനെ സോമന് അറിയാണ്ട് ചത്തും പോയി ഗൈസ്. എന്ത് പറയാനാ. നമ്മുടെ തുങ് സഹോർ ടീംമേറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇവനാണെങ്കിൽ അങ്ങോട്ടെന്ന് വെച്ചാൽ ഇവൻ പെട്ടെന്ന് എനിമിയുടെ മേത്തേക്ക് കണക്റ്റായി. എന്തോ ഫിഷ് തോന്നി. പിന്നെ പോട്ടെന്ന് വെച്ചാൽ പാവം തുങ്ങല്ലേ. തുങ് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ. അപ്പോൾ തുങ്ങിൻ്റെ പേര് കണ്ട സർവാൻ സോൺ. സർവാൻ സോൺ എന്നൊക്കെ എന്ത് പേരല്ലേ. അപ്പോൾ നമ്മൾ ബൈസണൊക്കെ എടുത്ത് പോവുകയാണ്. ബൈസണ് ഗ്ലൂ വാളൊക്കെ എടുത്തൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മൾ കളി എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെയും പറയുകയാണ് ഗൈസ്, പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്നെ വലിയ വലിയ ആൾക്കാരെ പോലെ ആക്കുക ഗൈസ്. ഞാനൊരു പാവ യൂട്യൂബറാണ് ഗൈസ്. പാവ യൂട്യൂബറാന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് പുറകിൽ നമ്മുടെ ടീമേറ്റ് നോക്കി. നമ്മൾ ഓസ്കാർ ഇട്ടെന്ന് പെട്ടെന്നങ്ങ് റിവൈവ് ചെയ്ത് വിട്ട്. എന്നിട്ട് നമ്മൾ ചാടി ഓടി അവൻ ആരാടെ തൊട്ടേന്നും പറഞ്ഞ് അപ്പോൾ മേലെടുത്തും ചാടിപ്പോണം. അവൻ അത്യാവശ്യം ഡാം കൊടുത്തപ്പോഴത്തേക്കും ആ
ചെറിയ വീട്ടിൻ്റെ പുറകിൽ രണ്ടെണ്ണം നിൽപ്പുണ്ട്. ഞാൻ അവരെ നേരെ റഷ് എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അവൻ്റെ ഒരു ആണെങ്കിൽ ഓറിയോണൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമ്മളത് ഇവിടെ നിന്ന് നേരെ അവനെ കുത്തിപ്പിടിച്ച് നിന്നപ്പോൾ ആ ഓറിയോണും കിട്ടാണ്. ഞാനിവിടെ ആണെങ്കിൽ ഗ്ലൂ ഇട്ട് ഇവനങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആക്കി വിടാമെന്നും പറഞ്ഞ് അറിയാണ്ട് ഞാൻ ഫിനിഷിങ് മൂവാണ് ഗൈസ് ഇട്ട്. അപ്പോൾ അതൊക്കെ മറ്റവനാണ് എൻ്റെ കൊന്ന്. അപ്പം നോക്കിയപ്പോൾ മറ്റവനല്ല ഗൈസ്, എൻ്റെ വീടിൻ്റെ പൊക്കത്തുനിന്ന് അവൻ്റെ ടീമേറ്റ് ഒരു പ്ലെയറാണ് ഗൈസ് എന്നെ അടിച്ച്. അയ്യോ ഏടാ, നിങ്ങൾ ശ്രദ്ധിച്ചാ ഗൈസ്? ഈ റൗണ്ടിൽ നമുക്ക് അപ്പുറത്ത് വന്നേക്കണത് എൻ്റെ തന്നെ ടീമേറ്റാണ് ഗൈസ്. കഴിഞ്ഞ കളിയില്ല ഞാൻ പറഞ്ഞില്ലേ, അവിടെ മാസ് ഇലക്ട്രിക്ക് വെച്ച് എയ്സ് എടുക്കാൻ പോയ മച്ചാനത്. എൻ്റെ മോന് ഓപ്പോണൻ്റായിട്ട് വന്നടാ, കൊള്ളാം. എന്തെങ്കിലും കാട്ടെ. ഈ റൗണ്ട് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പൊക്കത്തുനിന്നൊക്കെ കയറി എടുക്കാൻ നോക്കിയതാണ്. ചാടിയിട്ടൊന്നും നടന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഗ്ലൂ വാളിട്ട് അരയിലുണ്ടാകുന്നൊക്കെ നോക്കിയിട്ടാണ് പോണേ. അപ്പോൾ അതേ ഗൈസ്, നമ്മുടെ ടീമേറ്റാണെങ്കിൽ നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ നമുക്ക്. അവരാണെങ്കിൽ പുറകെ നൈറോയും 3 ആൾക്കാരെ ഗൈസ് അവൻ നോക്കാക്കി അവിടെ. അവൻ്റെ എയ്സായിരുന്നു ഗൈസ്. അങ്ങനെ ആ എയ്സ് ആരോ കൊണ്ടേ കളഞ്ഞു. അല്ല ഗൈസ്, എയ്സല്ല, സോറി. അപ്പം അത് എനിക്കിവിടെ നിന്ന് ഏഴബിളും കിട്ടി. അപ്പോൾ നമ്മൾ ആ ചുറ്റിയടിച്ച് ഏഴബിളും അങ്ങ് എടുത്തിട്ടുണ്ട്. ചുറ്റിയടിച്ച് എടുത്ത് രണ്ടാമതൊരു ഏഴബിളും എടുത്തേ. ആ ഏഴബിളും ഞാൻ പെട്ടെന്ന് ബാക്കാക്കി കളഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചുറ്റിയടിച്ച് ഏഴബിളും കാണാനില്ല. ആ ചുറ്റിയടിച്ച് ഏഴബിളും എവിടെ പോയെന്ന് പറഞ്ഞപ്പോൾ നിലത്തൊന്നും കിടക്കണോ ഇല്ല. പിന്നെ ഈ ഏഴബിളും എവിടെ പോയെന്ന് ആലോചിക്കുമായിരുന്നു. പിന്നെ സാരില്ലെന്നും പറഞ്ഞ് നിന്നു. വേറെ നമ്മൾ റഷ്യാന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു നൈസ്. അപ്പം നമ്മളിവിടെ കയറി വന്ന് ആരെയും കണ്ടില്ല ഇവിടെ വന്ന്. അപ്പം നമ്മളത് ഇങ്ങോട്ട് റഷ്യ, ഇവിടെ ആരെയും ഉണ്ടെന്ന് ഇവിടെ ആരുമില്ല. എന്ത് കഷ്ടമാണ്. ഇങ്ങോട്ട് ചാടി ഓടി വന്നപ്പോൾ അതേ ഇവിടെ മേളില ഒരു പെണ്ണ്. ഞാനതിനെ സ്കോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടിയില്ല. അപ്പം അതേ ഒരുത്തൻ എന്നെ സ്പോട്ട് ചെയ്ത്. അവനെ ഒരു 300 എടുത്ത് അവനങ്ങ് ഡൗൺ ആക്കി. പിന്നെ ആ ലാസ്റ്റ് ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായുള്ളൂ. ആ പെണ്ണിനെ നമ്മൾ ടീമേറ്റ് അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളി ബുയ്യ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യട്ടോ. അയ്യോ പോവല്ലേ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇത് ഈ വീഡിയോയുടെ പ്ലസ് കിട്ടിയല്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മറന്ന് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റീപ്ലേ കാണിച്ചു തരാം. നല്ല കിടിലൻ ഗെയിം പ്ലേ ആയിരുന്നു ഗൈസ്. നിങ്ങളിത് കണ്ടോ? ഞാൻ ഫസ്റ്റ് റൗണ്ട് ട്രിപ്പിൾ ടേക്ക് എടുത്താണ് ഈ റൗണ്ട്. നോക്കിയോ ഗൈസ്, എൻ്റെ M590യുടെയും M590യുടെയും തോംസണിൻ്റെയും ഒരു നല്ല ഗെയിം പ്ലേ ആയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളത് ഇവിടെ രണ്ടാമത്തെ നോക്കാക്കിയിട്ടുണ്ട്. അവനെ ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ അടുത്ത എനിമീനെ നോക്കി പോകുമായിരുന്നു ഗൈസ്. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ഒരുത്തനെ അങ്ങ് ഡൗൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് എനിമി ഇവിടെ ഇരിക്കണം. ഞാനതിന് തോംസൺ വെച്ച് അടിക്കാൻ നോക്കി, പറ്റിയില്ല. പിന്നെ അവൾ തോംസൺ വെച്ച് കുത്തി അങ്ങ് അവനെ കൊന്നു. എന്നിട്ട് കിടന്നങ്ങ് മെഡടിച്ച്. എന്നിട്ട് നമ്മൾ അടുത്ത ട്രിപ്പിൾ ടേക്ക് ഡൗൺ ഗൈസ്. ഇവനെ നമ്മളങ്ങ് തോംസണ് കുത്തി അങ്ങ് വന്നിട്ടുണ്ട്. അങ്ങനെ കുത്തി കൊന്ന സമയത്ത് പുറകിലും ഫൈറ്റ് നടക്കാനുണ്ടായിരുന്നു. പുറകിൽ നമ്മുടെ ഒരു ടീംമേറ്റ് നോക്കായി. ടീംമേറ്റ് നമുക്ക് 2 ടീംമേറ്റ്സേ ഉള്ളൂ, ഞാനും പിന്നെ എൻ്റെ വേറൊരു ടീംമേറ്റും. അവൻ്റെ പേരെനിക്ക് വായിക്കാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ ഒരുത്തനും കൂടി. ഞാനവനൊരു പൊട്ടാസിന് നോക്ക് എടുത്തിട്ടുണ്ട്. പൊട്ടാസിന് എടുത്ത് അവനെ നോക്കാക്കി. പിന്നെ ചുമ്മാ അടിച്ചാണ് ഗൈസ്. ഡൗണൊക്കെ നല്ല ഹെഡൊക്കെ കാണത്തേ എങ്ങനെയാണ്. അപ്പോൾ അത് ഇവിടെ എടുത്താൽ പൂക്കവും ചാടി ഓടി വന്നു. അപ്പം തന്നെ ഞങ്ങൾ ഗ്ലൂവായിട്ട് എന്നിട്ട് ഇവനെ 2 അടി എടുത്ത് ആ കളി അങ്ങനെ ബുയ്യ എടുത്ത് ഗൈസ്. അങ്ങനെ നമ്മൾ ഡയമണ്ട് അടിച്ച്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ.